Hi guys, ഇന്ന് അഷ്റഫമ്പാടിൻ്റെ കൂടെ ജലീലുണ്ട്, ജലിപ്പാലയിൽ. നമ്മളിന്ന് നോക്കുന്നത് പൊതുവെ നമ്മളെല്ലാവരും വീടുകളിൽ ഇൻവേർട്ടേഴ്സ് ഫിറ്റ് ചെയ്യുന്നവരാണ്. ഇൻവേർട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് അതിന് ELCB കൊടുക്കണ്ടേ എന്നുള്ളത്. അത് പലരും പറയും ELCB ട്രിപ്പ് ആവില്ല, ട്രിപ്പ് ആവും, പല അഭിപ്രായങ്ങളാണ്. അത് LCB മീൻസ് RCCB കേട്ടോ. ഈ RCCBയുടെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം. അതായത് RCCBയുടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്തു കൂടെ പോകുന്ന കറണ്ട്, ഫേസിലൂടെ പോകുന്ന കറണ്ട് തിരിച്ച് ന്യൂട്രലിലൂടെ സോഴ്സിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്നാണ് RCCB നോക്കുന്നത്. നമുക്കറിയാം ഒരു RCCB അവിടെ ഉണ്ട്, നമുക്കറിയാം ഒരു RCCB ഇതായിരുന്നു ഒരു RCCB. ഇതിന്റെ ഈ പോളിൽ ഇൻപുട്ട് ഇതിലൊരു എന്താ പറയാ നിയം എന്നുള്ള ഒരു കമ്പനിയുടെയാണ്. ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഒരു ഫേസും ഒരു ന്യൂട്രലും. ഈ ഫേസിലൂടെ പോയി സർക്യൂട്ടിലൊക്കെ കറങ്ങി തിരിഞ്ഞ് അതേ കറണ്ട് ന്യൂട്രലിലൂടെ പാസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത്. ഇതിനകത്തൊരു CTBD ഓക്കെ, കോർ ബാലൻസ്ഡ് ട്രാൻസ്ഫോം CT കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ആ കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ ഡിറ്റക്ട് ചെയ്യും ടോട്ടൽ. നമുക്കറിയാം കോർ ബാലൻസ്ഡ് കറണ്ട് ട്രാൻസ്ഫോമർ ടോട്ടൽ ഒരു ഫേസിൽ ന്യൂട്രലിലൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ? അതിൽ വരുന്ന ഈ രണ്ട് വയറുകൾ ഇന്നും ഔട്ടും, ആ ഇന്നും ഔട്ട് മീൻസ് ഫേസിലോട്ടാണ് ഫേസും ന്യൂട്രും കേട്ടോ. ഈ ഫേസും ന്യൂട്രും തിരിച്ചു വരുന്ന കറണ്ട് തമ്മിലുള്ള വ്യതിയാനം, ആ വ്യത്യാസം, അതാണ് റെസിഡ്യുവൽ കറണ്ട്. ആ റെസിഡ്യുവൽ കറണ്ടിന് ഓപ്പറേറ്റ് ആകുന്നതാണ് RCCB. അതാണ് റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇതിന്റെ കണക്ക് പ്രകാരം നമുക്ക് ഒരു ആൾക്ക് ട്രിപ്പ് ആവണമെങ്കിൽ എന്ത് വേണം? ഈ RCCBയിലൂടെ പോയ കറണ്ട് തിരിച്ചു വരാതിരിക്കണം, തിരിച്ച് ന്യൂട്രൽ എത്താതിരിക്കണം. ഫേസിലൂടെ പോയ കറണ്ട് ന്യൂട്രൽ എത്താതെ ഏതെങ്കിലും ഒരു ഫേസിലോട്ടോ അതല്ലെങ്കിൽ ന്യൂട്രലോട്ടോ അതല്ലെങ്കിൽ ഒരു എർത്തിലോട്ടോ ന്യൂട്രൽ ചെയ്തിട്ട് ലീക്കായി പോകണം. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് RCCB ട്രിപ്പ് ആവുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മളിപ്പോ ഒരാൾക്ക് ഷോക്ക് അടിക്കുകയാണ്. അപ്പൊ എങ്ങനെ സംഭവിക്കുന്നത്? ഫേസിലൂടെ പോകുന്ന കറണ്ട് തിരിച്ച് നമ്മുടെ ബോഡിയിലൂടെ ഇറങ്ങിയിട്ട് എന്ത് വരും? ഭൂമിയിലോട്ട് എത്തും. എർത്ത് വഴി നമ്മുടെ ശരീരത്തിലൂടെ എർത്തിലെത്തി എർത്തുനിന്ന് നമ്മളത് എന്ത് ചെയ്യും? ട്രാൻസ്ഫോമർ എർത്ത് ചെയ്തിരിക്കും. അപ്പൊ ആ എർത്തിലേക്ക് നമ്മൾ ഭൂമിയിലൂടെ കണ്ടക്ട് ചെയ്ത് പോകും. അപ്പൊ അത് കുറഞ്ഞ അളവിലായാലും എന്താവും? 30 mA ആവുമ്പോൾ ഇത് ട്രിപ്പ് ആവും. അതാണ് 30 mA RCCBയുടെ പ്രത്യേകത. 100 mA ഉണ്ട്, 10 mA ഉണ്ട്, 300 ഉണ്ട്, 500 ഉണ്ട്. ഓക്കെ, ഇതിൽ 300 വരെയാണ് ഏത് വരുന്നത്? നമ്മുടെ സാധനം RCCB ആയിട്ട് വരുന്നത്. പിന്നെ 500 പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 1000 ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ELR വെച്ചിട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന സിനാരിയോ, നമുക്ക് ഈ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇത് പ്രകാരം നമ്മുടെ ഒരു ഇൻവേർട്ടർ, ഈ ഇൻവേർട്ടർ എന്നത് എന്താണ്? ഒരു പ്രത്യേക സോഴ്സാണ്. നമ്മുടെ ട്രാൻസ്ഫോമർ ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ടായിരുന്നു മുകളിൽ വന്ന ഒരു വലിയ ഒരു 11 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സോഴ്സ് ആണ് അല്ലെ? ഒരു ജനറേഷൻ പോലെയാണ് അവിടെ നടക്കുന്നത്, ഇൻഡക്ഷൻ കോയിൽ വഴി. അപ്പൊ അതിലേക്ക് തിരിച്ചെത്തണം, അത് നമ്മൾ ഭൂമി വഴി തിരിച്ചെത്തുന്നു. എന്നാൽ ഒരു ട്രാൻസ്ഫോമറിൽ ഒരു ഇൻവേർട്ടറിൽ എങ്ങനെയാണ്? അതായത് നമ്മൾ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പൊ ബാറ്ററിയിൽ നിന്ന് എടുത്ത പവർ തിരിച്ച് ഈ ബാറ്ററിയുടെ ഇൻവേർട്ടിങ്, അതായത് ആ ഒരു കോയിലിലേക്ക് തിരിച്ചെത്തണം. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിലേക്ക് ചെറിയ, എന്നാലേ അവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഈ സാധനങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. സോ നമുക്ക് എന്ത് വേണം? ഈ ഇൻവേർട്ടറുകളിലേക്ക് ഫേസ് വഴി അതിന്റെ ഔട്ട്, ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻവേർട്ടറിന് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ എന്താണ് 3 വയറാണ് ഉണ്ടാകുക. ഒരു ഫേസും ഒരു ന്യൂട്രും ഒരു ഔട്ടും, ഒരു ഇൻപുട്ട് ഫേസും ഒരു ന്യൂട്രൽ കോമണും ഒരു ഔട്ട്പുട്ട് ഫേസും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻവെർട്ടറിന്റെ ബാക്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ആ ന്യൂട്രൽ കോമൺ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും കൊണ്ട് ഒറ്റ കോമൺ ആയൊരു ന്യൂട്രൽ, ആ ന്യൂട്രൽ കോമൺ ചെയ്തുകൊണ്ട് ഒരു പ്ലഗ്, ഒരു സോക്കറ്റ് വെക്കണം. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു പ്ലഗ് ടെയിൽ ചെയ്തെടുക്കണം. ഇങ്ങനെ, അതാണ് ഈ ടെയിലൂടെ കുത്തി വെച്ചിരിക്കുന്നത്. മറ്റേത് നമ്മൾ എന്തിരിക്കുകയാണ്? ഇവിടെ പ്ലഗ് വെക്കാൻ വേണ്ടി പ്ലഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതും കൂടെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ഈ പറയുന്ന ഫേസും ന്യൂട്രും എർത്തും എന്ത് ചെയ്യാണ്? രണ്ട് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കിട്ടും. നമ്മൾ ഒരു വട്ടം ഒരു പ്ലഗ് ഊരി എന്നതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? ഔട്ട്പുട്ട് വഴി ന്യൂട്രൽ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ചെയ്തിട്ടില്ല എങ്കിൽ ഔട്ട്പുട്ടിലെ ന്യൂട്രലിന് പകരം നമ്മൾ ഒരു ഫേസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ നമ്മുടെ DBയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്, അപകടങ്ങൾ ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ചില ആളുകൾ പറയും എന്തിനാണ് ഇൻവേർട്ടറിലെ ആ പറയുന്ന ഔട്ട്പുട്ടിലെ ഒരു RCCB അത് വർക്ക് ആവോ ഇല്ലേ?
അത് വർക്ക് ആവാതിരിക്കാനും ഉണ്ട്. എന്തുകൊണ്ട്? ഒരു ഇൻപുട്ട് ഒരു ഇൻവേർട്ടറിന് നമുക്ക് അതിന്റെ 2 പോളാണുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻവേർട്ടറിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഔട്ട് ചെയ്യുന്നത് ഒരു 2 പോളുകളാണ്. ഫേസും ന്യൂട്രലും എങ്ങനെയായി മാറുന്നത്? അതിൽ ഏതെങ്കിലും ഒരു പോള്, അതൊരു ഐസൊലേറ്റഡ് ട്രാൻസ്ഫോമറാണ്. ആ ഐസൊലേറ്റഡ് സോഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പോള് നിങ്ങൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തത് എന്താവും? ഫേസ് ആയി മാറും. ഇത് റെഫറൻസ് എർത്ത് ചെയ്ത് ന്യൂട്രലായി മാറും. അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു 2 പോള് വൈൻഡിങ് ഉള്ള എല്ലാ നമ്മളെ ട്രാൻസ്ഫോമറുകളൊക്കെ, ചെറിയ ട്രാൻസ്ഫോമറുകളൊക്കെ അങ്ങനെ, ജനറേറ്റർ ആയാലും അങ്ങനെ തന്നെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻവേർട്ടറുകൾ വാങ്ങുമ്പോൾ ആ ഇൻവേർട്ടറുകളുടെ ന്യൂട്രൽ പോള് ട്രാൻസ്ഫോമർ വഴി എർത്തായിട്ടുണ്ടാവും. അതായത് KSEBയുടെ ട്രാൻസ്ഫോമർ വഴി എർത്തും. അങ്ങനെ നമ്മൾ കോമൺ ആയിട്ടാണ് എന്ത് ഇൻവേർട്ടറിന്റെ ന്യൂട്രൽ. അപ്പൊ അത് വഴി എർത്താകുന്നത് കൊണ്ട് മറ്റേ ഔട്ട്പുട്ടിൽ കറക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? ഫേസ് കാണിക്കും. മറ്റത് ന്യൂട്രൽ ആയിട്ട് മറിച്ചു. അപ്പൊ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് എർത്ത് വേറെടുത്തുമ്പോഴോ, അതായത് KSEBയിൽ നിന്ന് ഈ പറയുന്ന ന്യൂട്രൽ വേറെടുത്തി കഴിഞ്ഞാൽ, KSEBയിൽ നമ്മുടെ ഇൻവേർട്ടറിന്റെ ന്യൂട്രൽ KSEBയിൽ നിന്ന് വേറെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം ഐസൊലേറ്റഡ് ആയി. അപ്പൊ നമ്മൾ അതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളിവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ട്. നമ്മൾ അതിന്റെ ഔട്ട്പുട്ടിൽ ഒരു RCCB കൊടുത്തിരിക്കുന്നു. ഓക്കെ, ആ RCCB നേരെ പ്ലഗിൽ കൊടുത്തിരിക്കുന്നു. പ്ലഗിലേക്ക് നമുക്ക് 2 RCCBയുടെ ഔട്ടും ഉണ്ട്. അതിന് പുറമെ നമ്മൾ എർത്ത് ആ ഇൻവേർട്ടറിൽ നിന്ന് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, ഇത് ഒരു 3-pin പ്ലഗ് വഴി അവർ എക്സ്റ്റൻഷനെ ബോർഡിൽ വെച്ചിരിക്കുന്നു. ആ എക്സ്റ്റൻഷൻ ബോർഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് RCCB ടെസ്റ്ററാണ്. യൂണിറ്റിന്റെ RCCB ടെസ്റ്ററാണ്. ഇതിന് നമുക്ക് RCCB ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാ ഞാൻ എന്ത് ചെയ്തു? ഇത് ഓൺ ചെയ്തിട്ട് അതിന്റെ സ്വിച്ച് ആദ്യം നമ്മൾ ഇൻവേർട്ടർ ഓൺ ചെയ്യണം. ഇൻവേർട്ടർ ഓൺ ചെയ്തപ്പോൾ ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് ഇതിൽ വന്നു പ്രോപ്പറായി. ഇതിനകത്ത് ഫേസും ന്യൂട്രും കാണിക്കുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഫേസും ഒരു ന്യൂട്രും ഒരു എർത്തുമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ ഇവിടെ കാണാൻ കഴിയും. 0 ആണ് കാണിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഫേസ് ആംഗിൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫേസ് ആംഗിൾ ഇതിനകത്ത് 0 ആണ്. ഇനി നമുക്ക് അതായത് ഇതിലെ നമുക്കറിയാം RCCBക്ക് 2 ആംപ്സ് വരുന്നുണ്ട്. ഒന്ന് അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി, അതായത് എത്ര ബെയർ ചെയ്യാൻ പറ്റും, 40 ആംപ്സ്. അതിന്റെ കൂടുതലായി കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവുമൊന്നുമില്ല. 40 ആംസിന്റെ മേലെ കൊടുത്താൽ അത് ചൂടായി കത്തി കേടുവന്നു പോകും. അതല്ലാതെ വേറെ അതിന് ട്രിപ്പിംഗ് ഒന്നുമില്ല. അതേസമയം അതിന് റെസിജ്വൽ കറണ്ട്, അതാണ് ട്രിപ്പിംഗ് കറണ്ട്, 30 മില്ലി ആംസ് ആണ് ഇതിൽ. ആ 30 മില്ലി ആംസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി 30 മില്ലി ആംസ് ആണ്. നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓരോരോട്ടം നിൽക്കുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റിൽ വരുന്നത് 10 മില്ലി ആംസ്, പിന്നെ 20 മില്ലി ആംസ് കാണിക്കുന്നുണ്ട്, 30 മില്ലി ആംസ്, അത് കഴിഞ്ഞിട്ട് 100 മില്ലി ആംസ്, 500 മില്ലി ആംസ്, ഇത്രയാണ്. അല്ല, 300 മില്ലി ആംസ്, പിന്നെ 500 മില്ലി ആംസ്. ഇത്രയും നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ഇത് ഏതാണ്? 30 ആണ്. ഇപ്പൊ 30യിലേക്ക് ഇട്ടു. ഓക്കെ, 30 മില്ലി ആംസ് കാണുന്നുണ്ടാവും ഇല്ലേ? ഓക്കെ, അപ്പൊ ഈ 30 മില്ലി ആംസിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഹാഫ് എക്സ് ഉണ്ട്. ഹാഫ് എക്സ് എന്ന് പറഞ്ഞാൽ 30 മില്ലി ആംസിന്റെ പകുതി മില്ലി ആംസ് നമ്മൾ ലീക്കേജ് ഉണ്ടാക്കുകയാണത് ഈ മെഷീൻ ഉണ്ടാക്കും. അപ്പം ആ 30 മില്ലി ആംസിന്റെ പകുതിയിൽ എന്താവാൻ പാടില്ല? അത് ഏതിലാണെങ്കിലും, ഇപ്പൊ നമ്മൾ എത്രയാണോ ഇപ്പോൾ ഉള്ളത് മില്ലി ആംസ്, അതിന്റെ പകുതിയിൽ ഈ സാധനം ട്രിപ്പ് ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. 1000 മില്ലി സെക്കൻഡ്സ് വരെ, 2000 മില്ലി സെക്കൻഡായി ട്രിപ്പ് ആയിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആംഗിൾ, ഫേസ് ആംഗിൾ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇപ്പൊ അത് 0 ആണ്, 180യിലേക്ക് ആക്കി. ഇവിടെ കാണുന്നില്ലേ 180? ഈ 0ന്റെ മുകളിൽ 180 വന്നിട്ടുണ്ട്. ഇതാ 180, നേരത്തെ 0 ആണ്. നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ 180. അപ്പൊ ഈ 180യിലാക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം. സെയിം ആസ് ബിഫോർ, അതായത് 2000 മില്ലി സെക്കൻഡ്സ് ആയിട്ടും ഈ സാധനം ട്രിപ്പ് ആയില്ല. ട്രിപ്പ് ആവാൻ പാടില്ല. അത് RCCBയുടെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് സ്റ്റാൻഡേർഡിൽ പറയുന്നതാണ്. ഏതാണോ അതിന്റെ ട്രിപ്പിംഗ് കറണ്ട്, അതിന്റെ ആ റെസിജ്വൽ കറണ്ട് എത്രയാണോ ട്രിപ്പ് ആവേണ്ടത്, അതിന്റെ ഹാഫ് വരെ അത് ട്രിപ്പ് ആവാൻ പാടില്ല. ഇനി ബാക്കി അതിന്റെ ഗ്രാഫിനനുസരിച്ച്, അതിന്റെ ടൈമിനനുസരിച്ച് ട്രിപ്പ് ആവും. അപ്പൊ നമ്മൾ ഹാഫിന് മുകളിലോട്ട് നമ്മൾ 1x ഇടുന്നു. 1x ഇട്ട് 30 മില്ലി ആംപിയർ ആണ് ചെക്ക് ചെയ്യാം. 30 മില്ലി ആംപിയറിൽ 180 ആംഗിളിൽ എത്രയാണെന്ന് നോക്കുക. അപ്പൊ നമ്മളിവിടെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക. കുറച്ച് നേരം ഇത് ഉണ്ടാവുള്ളൂ, കാരണം ഇതിന്റെ പവർ ഇറ്റ്സെൽഫ് പവറാണ്. പവർ കട്ടാവും. ഓക്കെ, ഇതിന് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്. ടെസ്റ്റ് കൊടുത്തു. ഓക്കെ, 6 മില്ലി സെക്കൻഡ്സിൽ സാധനം ട്രിപ്പായി. ഓക്കെ, 6 മില്ലി സെക്കൻഡിൽ സാധനം ട്രിപ്പായി. 30 മില്ലി ആംസ് ലീക്കേജ് സംഭവിച്ചപ്പോൾ
6 മില്ലി സെക്കൻഡ്സിൽ ഈ സാധനം ട്രിപ്പായി. ഓക്കെ, ഇനി നമ്മൾ രണ്ടും വീണ്ടും ഓൺ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൽ വേറൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഉള്ള മില്ലി ആംസ് 30 മില്ലി ആംസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ 5x കിട്ടും. 5x കിട്ടുക എന്നത് 30 × 5 എത്ര 5 3 15 150 മില്ലി ആംസ് ഇതിലേക്ക് കൊടുക്കാൻ പോകണം. 150 മില്ലി ആംസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ 1x ഇട്ടല്ലോ. ഓക്കെ, 6 മില്ലി ആംസ് ചെക്ക് ചെയ്തു. ഒന്നും കുടിക്കാം. അത് 0 അല്ലേ 180 നമുക്കത് 0 ഇട്ടിട്ട്, അതായത് 0 ആംഗിളിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യുന്നു. വീണ്ടും ഒന്നും കൂടെ 16 മില്ലി ആംസിൽ ട്രിപ്പായി. ഓക്കെ, മില്ലി സെക്കൻഡ്സിൽ. അപ്പൊ 16 മില്ലി സെക്കൻഡ്സിലാണ് ട്രിപ്പ് ആയത്. നേരത്തെ 6 മില്ലി സെക്കൻഡ്സിൽ ചെക്ക് ചെയ്ത്. അതെന്താണെന്ന് വെച്ചാൽ ആംഗിളിലുള്ള പ്രത്യേകത നമുക്കറിയാലോ, ആംഗിൾ മാറുന്നുണ്ട്, ഫേസ് ആംഗിൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ. അപ്പം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അത് ചെറിയ വ്യത്യാസമുള്ളൂ. 6 മില്ലി ആംസ് 6 മില്ലി സെക്കൻഡ്, മറ്റത് 16 മില്ലി സെക്കൻഡ്സിലുള്ള മാറ്റം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നത് വീണ്ടും 5x ഇടുന്നു. 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇത് ഓണായി വരണുള്ളൂ. 30 മില്ലി സെക്കൻഡ്സിൽ 30 മില്ലി ആംബിയറിൽ ഈ സാധനം 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇരട്ടി നമ്മൾ ലീക്കേജ് ഇതിലേക്ക് മെഷീൻ വഴി കൊടുക്കുന്നു. അപ്പൊ 5 ഇരട്ടി നമ്മൾ ഇവിടെ 5 ഇരട്ടിയാണ്. ഇതിപ്പോ നമ്മള് 30 മില്ലി സെക്കൻഡ്സിലാണ് മില്ലി ആംബിയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 മില്ലി ആംബിയറിൽ സെറ്റ് ചെയ്ത സാധനത്തിന് 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 150 മില്ലി ആംബിയർ. 150 മില്ലി ആംബിയർ നമ്മൾ എന്ത് ചെയ്യണം, 0 ആംഗിളിൽ ടെസ്റ്റിംഗ് കൊടുത്തു. ഓക്കെ, 14 മില്ലി സെക്കൻഡ്സിൽ 0 ആംബിയറിൽ ട്രിപ്പായി, 0 ആംഗിളിൽ ട്രിപ്പായി. അതേസമയം അതേ തന്നെ നമ്മൾ 30 മില്ലി ആംബിയറിൽ ഇതിന്റെ 150 മില്ലി ആംബിയർ അപ്ലൈ ചെയ്യാണ്. 30 മില്ലി ആംബിയർ സെറ്റിംഗ്സിൽ അതിൽ നമ്മൾ ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് 180 ആക്കി നമ്മൾ ട്രിപ്പിംഗ് കൊടുക്കുന്ന ടെസ്റ്റ് 3 മില്ലി സെക്കൻഡ്സിൽ ട്രിപ്പായി. ആംഗിളിൽ ചെറിയ വ്യതിയാനമുണ്ട്, പക്ഷെ അത് നോക്കേണ്ടതില്ല. ഈ സാധനം വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. രണ്ടിനും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സാധനം വർക്കിംഗ് ആണ് അല്ലെ. നമ്മളിപ്പോ ഈ പറഞ്ഞ RCCB ഏതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പവർ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഇവിടെ പവർ ഇല്ല. പവർ ഇവിടെ KSEBയുടെ പവർ പോയ സമയമാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, പവർ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ ഈ പറയുന്ന മെയിൻ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്, ഇതൊരു ഡബിൾ പോൾ MCCB ആണ്. സ്വാഭാവികമായിട്ടും ന്യൂട്രും ഫേസും കട്ടായി. ഓക്കെ, ഇവിടെ പവർ ഉണ്ടായിരുന്നില്ല. നേരത്തെ ചെക്ക് ചെയ്യുമ്പോഴും RCCB വെച്ച് ചെക്ക് ചെയ്തത് നമ്മൾ ഏതാണ്, പവർ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. കാരണം ഇവിടെ കറണ്ട് പോയിട്ടുണ്ട് KSEBയുടെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് ഡബിൾ പോൾ ആയി. ഈ MCCB ഓഫ് ചെയ്യുന്നതോട് കൂടി എന്തായി, രണ്ടും നഷ്ടപ്പെട്ടു. അതായത് ഫേസും ന്യൂട്രും നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇത് ഐസൊലേറ്റഡ് ആയി. പറഞ്ഞ പോയിന്റ് മനസ്സിലായി. ഇപ്പൊ ഇതിനകത്ത് ന്യൂട്രൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ട്രാൻസ്ഫോമർ വഴി എർത്ത് ആയിട്ടില്ല. കാരണം നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് ന്യൂട്രൽ ഇൻപുട്ട് ഇതിന് കട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതാ നമുക്ക് ഈ സാധനം ടെസ്റ്ററിന്റെ പ്രത്യേകത, ഇതിനകത്ത് ന്യൂട്രും ഫേസും എർത്തും കിട്ടിയാൽ മാത്രമേ ഈ സാധനം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഓൺ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇവിടെ വെച്ചു. ഇനി ഈ സാധനം 30 മില്ലി ആംസിൽ 100 മില്ലി ആംസ് ഇപ്പോഴത്തെ കാണുന്നുണ്ട്. 0 ഇതിനകത്ത് നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നത് മെയിന്. പിന്നെ 0 ആംഗിളിലാണ് 30 മില്ലി ആംസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1x നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇനി ടെസ്റ്റ് കൊടുക്കുന്നു ഹൈ. കാരണം എന്താണ്, ഇതിനകത്തിട്ട് ഐസൊലേറ്റഡ് ട്രാൻസ്ഫോമർ ആണ് വരുന്നത്. അതുകൊണ്ട് അത് ട്രിപ്പ് ആക്കാൻ കഴിയില്ല ഇത് വെച്ചിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി മാനുവലായിട്ട് നമ്മൾ ട്രിപ്പ് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഇനി RCCB വർക്കിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നു. സോ RCCB ഓക്കെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മാനുവലായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ സാധനം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ന്യൂട്രൽ എർത്ത് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എർത്ത് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ട്രിപ്പ് ആക്കി നോക്കാം. ഇത് എർത്താണ്, എർത്ത് പോളാണ്. ഇത്രയും നേരം ഇത് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് അടിച്ചത്. അപ്പൊ ഈ എർത്ത് പോൾ നമ്മൾ എന്ത് ചെയ്തു, എടുത്തു, RCCB ഓൺ ചെയ്തു, എന്നിട്ട് ഇതിനെ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല, സാധനം ട്രിപ്പ് ആകുന്നില്ല. എന്താ കാരണം, RCCB ട്രിപ്പ് ആവത്തില്ല. ഓക്കെ, കാരണം ഇതിന് എന്താ ഒരു ഐസൊലേറ്റഡ് ആണ്. ഐസൊലേറ്റഡ് ആയി കിടക്കുന്ന സ്ഥലത്ത് പിന്നെ RCCB ട്രിപ്പ് ആവില്ല. അപ്പൊ ഐസൊലേറ്റഡ് ആയി കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, KSEBയുടെ ലൈനിൽ നിന്ന് വേറിടുന്നതോട് കൂടി KSEBയുടെ ലൈൻ ഞാൻ ഓൺ ചെയ്തു. ഇവിടെ പവർ ഇല്ല. ഓക്കെ, വേണമെങ്കിൽ അത് ഇതിൽ നിന്ന് നോക്കി അറിയാൻ കഴിയും. മെയിൻ ലോഡ് ഇതിലെ മെയിൻ കാണിക്കുന്നത് വരുന്നതാണ്. മെയിൻ ഓക്കെ എന്ന് കാരണത്ത് ഇല്ലല്ലോ, കണ്ടോ, ലൈറ്റ് കത്തുന്നില്ല, മെയിൻ ഇല്ല ഇവിടെ. ഓക്കെ, അപ്പം ആ മെയിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അത് KSEBയുടെ കറണ്ട് ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ RCCB ഓൺ ചെയ്തു.
ഇനി ഇതാ പക്ഷേ ന്യൂട്രൽ ഉണ്ട് കേട്ടോ. RCCB സോറി KSEB ന്യൂട്രൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ എർത്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യണേ, ഇതിലേക്ക് കൊടുത്തു. ഇപ്പോൾ വർക്കായില്ലേ? അപ്പൊ എന്താ കാരണം, ഈ KSEB ന്യൂട്രൽ വഴി ഈ സാധനം എന്താവാണ്, എർത്താവുന്നുണ്ട്. എർത്തായി കഴിഞ്ഞാൽ എർത്തിലേക്ക് പോയാൽ ട്രിപ്പ് ആവുള്ളൂ, ഒരാൾക്ക് ഷോക്ക് അടിക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ RCCB ട്രിപ്പ് ആവുന്ന എന്താണ്, ഒരാൾക്ക് ഷോക്ക് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഷോക്ക് അടിക്കണമെന്ന് എന്തുവാണ്, നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് ഏതാണോ സോഴ്സ് ഓഫ് എനർജി അവിടേക്ക് തിരിച്ചു പോകണം. അപ്പൊ ഇതിലേക്ക് തിരിച്ചു പോകുന്ന ഇതാണ് സോഴ്സ് ഓഫ് എനർജി, നമ്മളെ ഇൻവെർട്ടർ. ആ ഇൻവെർട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, കാരണം KSEB കറണ്ട് ഇവിടെ ഇല്ല, അത് നമ്മളെ മുകളിൽ കയറി, അതായത് ബോഡിയിലൂടെ പോയിട്ട് നിലത്ത് വന്ന്, നിലത്തുനിന്ന് അത് എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ, നമ്മുടെ KSEB ട്രാൻസ്ഫോമറിലുള്ള ടച്ച് വഴി തിരിച്ച് നമ്മുടെ ന്യൂട്രൽ വഴി വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. അതിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, MCB ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിതിലേക്ക് എത്തില്ല. അപ്പൊ ഒരാൾക്ക് ഷോക്ക് അടിക്കില്ല, RCCB ട്രിപ്പ് ആവില്ല. ഇനി ഷോക്ക് അടിക്കുന്ന അവസ്ഥകളുണ്ട്, അത് നമുക്ക് വിവരിക്കാം അടുത്ത വീഡിയോയിൽ.